കായംകുളം നഗരസഭയിൽ ശുചിമുറി സംസ്കരണ പ്ലാന്റ് വാങ്ങുന്നതിൽ അഴിമതി ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് നഗരസഭാ ഓഫീസ് ഉപരോധിച്ചു. ചെയർപേഴ്സൺ പി ശശികലയുടെ ചേംബറിൽ പണപ്പെട്ടിയും സ്ഥാപിച്ചു. ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭയിൽ ശുചിമുറി സംസ്കരണ പ്ലാന്റ് വാങ്ങുന്നതിൽ നടന്ന അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നഗരസഭാ ഓഫീസിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. നഗരസഭയ്ക്കകത്തേക്ക് കയറിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു. കൂടുതൽ പ്രവർത്തകരെത്തി തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. തുടർന്ന് ചെയർപേഴ്സന്റെ റൂമിലെത്തിയ പ്രവർത്തകർ അഴിമതി പണം നിക്ഷേപിക്കുവാൻ പെട്ടിയും സ്ഥാപിച്ചു. കോൺഗ്രസ് നോർത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അശാസ്ത്രീയമായി നിർമ്മിച്ച 100 വർഷം പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ നഗരസഭാ കൗൺസിൽ ഹാളിൽ ഇവിടെ വിശ്വസിച്ച് നഗരസഭാ കൗൺസിൽ യോഗം കൂടാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. ഇവിടെ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് കായംകുളത്തെ നഗരസഭയുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന അല്ലെങ്കിൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ബിന്നായി അത് ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ 100 വർഷം പഴക്കമുള്ള കായംകുളം നഗരസഭയുടെ മുന്നിൽ ACP വർക്കിന്റെ പേരിൽ ഏതാണ്ട് 68 ലക്ഷം രൂപ മുടക്കി ACP വർക്ക് ചെയ്ത സംഭവം നമുക്കറിയാം. നഗ്നമായ അഴിമതിയാണ് അക്കാര്യത്തിലും നടന്നിട്ടുള്ളത്. നഗരസഭയിൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഇവിടെ കൈക്കൂലിയും അതിന് പുറത്ത് അഴിമതിയും നടത്തുന്ന ഭരണ നേതൃത്വം ശക്തമായ രീതിയിൽ ഞങ്ങൾ എതിർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കായംകുളത്തെ നഗരസഭയുടെ അഴിമതിയും അതുപോലെ തന്നെ തൻപോരിമയും നഗരസഭാ ചെയർപേഴ്സന്റെ ധിക്കാരവും കൊണ്ട് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ വകവെച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. CPM-ന്റെ ഏരിയ സമ്മേളനത്തിൽ ഇവിടെ പ്രധാനമായും ചർച്ച നടന്നത് കായംകുളം നഗരസഭയിലെ അഴിമതിയെക്കുറിച്ചായിരുന്നു. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന സഖാവ് അരവിന്ദാക്ഷന്റെ ഭാര്യയാണ് ഇവിടുത്തെ മുനിസിപ്പൽ ചെയർപേഴ്സൺ. അരവിന്ദാക്ഷന് CPM-ന്റെ ഏരിയ സെക്രട്ടറി സ്ഥാനം പോലും നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്ന ഭരണമാണ് കായംകുളം നഗരസഭയിലെ അഴിമതി ഭരണം. ആ അഴിമതി ഭരണത്തിനെതിരായി ശക്തമായ പോരാട്ടവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്താണ്. കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് സമരപരിപാടികളിലാണ്. നിങ്ങൾ ആലോചിക്കണം, കായംകുളത്ത് എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഈ നഗരസഭയുടെ പ്രവർത്തനം മൂലം 10 കൊല്ലമായി നടക്കുന്നത്. കായംകുളത്തെ MLA-യും കായംകുളം നഗരസഭാ ചെയർപേഴ്സണും തമ്മിൽ കണ്ടാൽ പോലീസ് സംരക്ഷണം കൊടുക്കേണ്ട സ്ഥിതിയാണ്. കാരണം MLA-യും നഗരസഭാ ചെയർപേഴ്സണുമായി നേരിൽ കണ്ടാൽ തമ്മിൽ തല്ലും തെറിവിളിയുമാണെന്നുള്ളത് പകൽ പോലെ സത്യമാണ്. നിങ്ങൾക്കറിയാമോ, ആലപ്പുഴ ജില്ലാ റവന്യൂ കലോത്സവം കായംകുളത്ത് നടക്കുവാനുള്ള സ്വാഗത സംഘത്തിന്റെ രൂപീകരണത്തിൽ വെച്ച് കായംകുളം MLA-യും കായംകുളത്തെ ചെയർപേഴ്സണും തമ്മിലുള്ള ചേരിപ്പോരിന്റെ പരിണിത ഫലമായി നഗരസഭാ ചെയർമാന് ആ ഹോൾ വിട്ട് പുറത്തു പോകേണ്ടി വന്നു. MLA-യുടെ തരംതാണ നടപടികൾ മൂലം നഗരസഭാ ചെയർമാനും MLA-യും തമ്മിൽ ശക്തമായ ശീതസമരത്തിലാണ്. യൂത്ത് കോൺഗ്രസ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ വിശാഖ പത്തിയൂർ, നൌഫൽ ചെമ്പകപ്പള്ളി, നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഫ്സൽ പ്ലാമൂട്ടിൽ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ആസിഫ് സെലക്ഷൻ, സജീദ് ഷാജഹാൻ, നൌഫൽ, അസിൻ നാസർ, രാകേഷ് പുത്തൻവീടൻ, INTUC യൂത്ത് വിംഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹാഷിം സേട്ട്, അഫ്സൽ ജോയ്, ഗിരീഷ്, രാഹുൽ, ആശിഷ്, അക്ഷയ് തയ്യിൽ, ആദിത്യൻ, അശോക് കുമാർ, ശ്രീകൃഷ്ണൻ കൊപ്പാറത്ത്, അനന്തകൃഷ്ണൻ, വിഷ്ണു, ഇർഫാൻ, SS ഇർഫാൻ, അൻസിഫ് മുട്ടയ്ക്കൽ, റൈസൽ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.